23-ാമത്തെ ചോദ്യം. A boy sees the top of a building at an angle of elevation 35 degree. Walking 10 meters towards the building, he sees it at an angle of elevation 70 degree. Draw a rough sketch showing the details. Calculate the height of the building. അതായത് ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം ഒരു കുട്ടി 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 10 മീറ്റർ മുന്നോട്ട് നടന്നതിനു ശേഷം നോക്കിയപ്പോൾ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. തന്നിരിക്കുന്ന വസ്തുക്കളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. കെട്ടിടത്തിന്റെ ഉയരം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എ ബോയ്, അതായത് ഒരു കുട്ടി, സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിനെ 30 ഡിഗ്രി മേൽക്കോൺ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് മേൽക്കോണിനെയാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണെങ്കിലോ അത് കീഴ്ക്കോണായിരിക്കും. അപ്പോൾ മേൽക്കോൺ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോട്ടവും അതുപോലെ മുകളിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ. അത് എത്രയാണ്? 35 ഡിഗ്രിയാണ്. ഇനി എന്താണ് തന്നിട്ടുള്ളത്? കുട്ടി വാക്കിംഗ് 10 meters ടുവേർഡ്സ് ദ ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് 10 മീറ്റർ മുന്നോട്ട് നടക്കും. എന്നിട്ട് വീണ്ടും കുട്ടി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി, 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ ആണ് മുന്നോട്ട് നടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ റഫ് സ്കെച്ച്. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള റഫ് സ്കെച്ച് ആണിത്. ഇത് നല്ല നീറ്റ് ആയിട്ട് സ്കെയിൽ കൊണ്ട് വേണം വരയ്ക്കാൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, അതായത് ഈ ബിൽഡിങ്ങിന്റെ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലാത്ത ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം അല്ലാത്തൊരു ട്രയാങ്കിൾ ഇല്ലേ ഇവിടെ, ഈ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എപ്പോഴും നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളും ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ രണ്ട് കോണുകളും ആ കോണുകൾക്ക് ഓപ്പോസിറ്റായി എതിർവശമായി വരുന്ന സൈഡുകളും തുല്യമായിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി, ഐസോസിലസ് ട്രയാങ്കിളിന്റെ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലാതെ വരുന്ന ട്രയാങ്കിൾ ഇതാണ്. അതിൽ ഒരു ആംഗിൾ നമുക്ക് 35 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡ് 10 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇത് മുഴുവനായിട്ട് ഒരു സെമി സർക്കിൾ ആണ്. അതിൽ 70 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി എത്രയായിരിക്കും? ഇവിടെ ഒരു സെമി സർക്കിളിന്റെ മുഴുവൻ ആംഗിൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്നും 70 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 110 ഡിഗ്രി. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അതിൽ നിന്ന് 110 ഡിഗ്രിയും 35 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും? ബാക്കി 35 ഡിഗ്രി. അതായത് ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ കോൺ എത്രയാണ്? 35 ഡിഗ്രിയാണ്. ഇപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയില്ലേ? കാരണം ഇതിന്റെ രണ്ട് കോണുകൾ തുല്യമായി, 35 ഡിഗ്രി 35 ഡിഗ്രി വീതമായി. ഇനി ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ആ കോണിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും തുല്യമായിരിക്കും. ഈ 35 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് 10 മീറ്റർ. അപ്പോൾ ഈ 35 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡും എന്തായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഈ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കിട്ടിയില്ലേ? ഇനി നമുക്ക് സൈനോ കോസോ ടാനോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അഥവാ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മറ്റൊരു സൈഡ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരേ ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. നമുക്ക് തന്നിട്ടുള്ളതോ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. ഹൈപ്പോട്ടന്യൂസ് തന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക? സൈൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ സൈൻ 70 ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. സൈൻ 70 ഡിഗ്രി എപ്പോഴും നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും. സൈൻ 70 ഡിഗ്രി എത്രയാണ്? 0.9397 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ ഞാൻ ആ ഓപ്പോസിറ്റ് സൈഡിന് അതേപോലെ ഓപ്പോസിറ്റ് എന്ന് തന്നെ എഴുതി. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10 ആണ്. ഈക്വൽ ടു 0.9397.
Therefore, opposite side equal to 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം എന്ന് പറയുന്നത് എന്താണ്? 0.9397 ഇൻറ്റു 10 ആണ്. എന്ത് വരും? 9.397 മീറ്റർ ആണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. Therefore, height of the building അഥവാ കെട്ടിടത്തിന്റെ ഉയരം എന്നത് എത്രയാണ്? 9.397 മീറ്റർ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യന്റെ ബി ക്വസ്റ്റ്യൻ, അതും ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. 2 buildings stand 15 meter apart on a flat terrain. A person standing on top of the less tall building sees the foot of the taller building at an angle of depression 30 degree and at the top at an elevation of 40 degree. Draw a rough sketch showing these details. Calculate the height of the tall building. നിരപ്പായ പ്രദേശത്തെ രണ്ട് കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം 15 മീറ്റർ ആണ്. ചെറിയ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ വലിയ കെട്ടിടത്തിന്റെ ചുവട് 30 ഡിഗ്രി കീഴ്കോണിലും മുകളറ്റം 40 ഡിഗ്രി മേൽകോണിലും കാണുന്നു. തന്നിരിക്കുന്ന വസ്തുക്കളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. വലിയ കെട്ടിടത്തിന്റെ ഉയരം കണക്കാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു റഫ് ഫിഗർ വരയ്ക്കണം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച്. തന്നിട്ടുള്ളത് എന്താണ്? 2 buildings stand 15 meter apart on a flat terrain. അതായത് ഒരു നിരപ്പായ സ്ഥലത്ത് 2 ബിൽഡിങ്സ് ഉണ്ട്. ഒരു ചെറുതും ഒരു വലുതുമായ 2 ബിൽഡിങ്സ് ഉണ്ട്. ഈ ബിൽഡിങ്സ് തമ്മിലുള്ള ദൂരം എത്രയാണ് തന്നിട്ടുള്ളത്? 15 മീറ്റർ ആണ്. ഇനി ഈ ചെറിയ ബിൽഡിങ്ങിന്റെ മുകളിലായി എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ടോപ്പ് ഓഫ് ദ ലെസ് ടോൾ ബിൽഡിംഗ്, ചെറിയ ബിൽഡിങ്ങിന്റെ മുകളിലായി ഒരാൾ നിൽക്കുന്നു. എന്നിട്ട് ഈ വലിയ ബിൽഡിങ്ങിന്റെ ഫൂട്ട് ഓഫ് ദ ടോളർ ബിൽഡിംഗ്, അതായത് ഫൂട്ട് എന്ന് പറയുന്നത് അടിഭാഗം, അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് കീഴ്കോണിനെയാണ്. ഇപ്പോൾ അതായത് അയാൾ എന്ത് ചെയ്യാണ്? ഈ ബിൽഡിങ്ങിന്റെ അടിയിലേക്ക് നോക്കുന്നു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്കോൺ 30 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലവേഷനും വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആള് നിൽക്കുന്നത് എവിടെയാണ്? ബിൽഡിങ്ങിന്റെ മുകളിലാണ്. അപ്പോൾ ആളുടെ നേർക്കാഴ്ച, അതായത് ആള് നേരെ നോക്കുന്ന കാഴ്ചയാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്. അയാളുടെ നേരെയുള്ള നോട്ടവും അയാളുടെ താഴേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് 30 ഡിഗ്രി. ഒരിക്കലും ഇവിടെ 30 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തരുത്. ആ ആളുടെ നേരെയുള്ള നോട്ടവും അയാളുടെ താഴേക്കുള്ള നോട്ടവും തമ്മിലുള്ള ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്കോൺ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് എലവേഷൻ ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. അയാളുടെ നേരെയുള്ള നോട്ടവും മേലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് എലവേഷൻ ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ആൻഡ് ദ ടോപ്പ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 40 ഡിഗ്രി. അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു? കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രി. ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? അയാളുടെ നേരെയുള്ള നോട്ടവും അയാളുടെ മേലേക്കുള്ള നോട്ടവും ഓരോ ലൈനായി സൂചിപ്പിച്ച് അവ തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണ് 40 ഡിഗ്രി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ടോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. അതായത് ഇതിൽ വലിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്, അതായത് ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതുപോലെ രണ്ടാമത്തേത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇങ്ങനെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഈ ലൈനിന്റെ ലെങ്ത് എന്താണ്? ഈ ലെങ്ത് തന്നെയല്ലേ ഈ 2 ബിൽഡിംഗ് തമ്മിലുള്ള ദൂരം 15 മീറ്റർ ആണ്. അത് തന്നെയാണ് ഈ ലൈനിന്റെ ലെങ്ത്തും. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ്, 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെയും ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 15 ആണ്. അതുപോലെ ഓരോ ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലെ ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി, ഈ ട്രയാങ്കിൾ ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈൻ, കോസ്, ടാൻ ഉപയോഗിച്ചാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ടോൾ ബിൽഡിംഗ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം എടുത്തിട്ടുണ്ട്. ഈ മട്ട ത്രികോണത്തിന്റെ 90 ഡിഗ്രി ഇതാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. അപ്പൊ ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളതോ 30 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സമീപവശം തന്ന് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ യൂസ് ചെയ്യുക? ടാൻ ആണ് ഉപയോഗിക്കുക. കാരണം എന്താണ്? ടാൻ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ നമുക്ക് അഡ്ജസന്റ് സൈഡ് തന്നു കഴിഞ്ഞാൽ ടാൻ എക്സ് ഡിഗ്രി ഉപയോഗിച്ച് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇവിടെ നമ്മൾ ടാൻ ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ ആദ്യത്തെ ട്രയാങ്കിളിൽ ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ 30 ഡിഗ്രി എന്നത് എത്രയാണ്? 0.5774 അത് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 15 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു 0.5774. ഇനി ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു 0.5774 ഇൻറ്റു 15. ഇതെങ്ങനെയാണ് ഗുണിക്കുക? 5774 ഇൻറ്റു 15 ചെയ്യുക. ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി വെച്ച് ചെയ്യുക. 5 ഇൻറ്റു 4 എത്രയാ? 20. ഇനി 5 ഇൻറ്റു 7 എത്രയാണ്? 35 ആണ്. 35ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 37. 5 ഇൻറ്റു 7 35 ആണ്. 35ലൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 38. 5 ഇൻറ്റു 5 25 ആണ്. 25ലൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 28. ഇനി 1 ഇൻറ്റു 4 4. 1 ഇൻറ്റു 7 7. 1 ഇൻറ്റു 7 7. 1 ഇൻറ്റു 5 5. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടണം. 0 ഇറക്കി എഴുതി. 7 4 എത്രയാ? 11. ഇനി 8 7 എത്രയാണ്? 15 ആണ്. 15ലൂടെ 1 കൂട്ടിയാൽ 16. ഇനി 8 1 എത്രയാണ്? 9 ആണ്. 9ലൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 16. 2 1 3 ആണ്. 3 5 എത്രയാ? 8. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം 8 6 6 1 0 എന്നാണ്. ഇവിടെ ഡെസിമൽ പോയിന്റ് എത്ര ഉണ്ട്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ആണുള്ളത്? 1 2 3 4. അപ്പൊ 4 ഡിജിറ്റ്സ് 4 സംഖ്യകൾ കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8.6610 മീറ്റർ ആണ് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 90 ഡിഗ്രി ആംഗിൾ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പൊ ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. ഇനി 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് 40 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശമാണ്. അഡ്ജസന്റ് സൈഡ് തന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ടാൻ ആണ് ഉപയോഗിക്കുക. ഇക്വേഷൻ എന്ത് വരും? ടാൻ 40 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ 40 ഡിഗ്രി എത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും. 0.8391 ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 15 മീറ്റർ ഈക്വൽ ടു 0.8391. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. 0.8391 ഇൻറ്റു 15. എങ്ങനെയാണ്? ഇതേപോലെ തന്നെ ഗുണിക്കുക. 8391 ഇൻറ്റു 15. ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി വെച്ച് ഗുണിക്കുക. 5 ഇൻറ്റു 1 5 ആണ്. 5 ഇൻറ്റു 9 45 ആണ്. 5 ഇൻറ്റു 3 15 ആണ്. 15ലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 19. 5 ഇൻറ്റു 8 40 ആണ്. 40ലൂടെ 1 കൂട്ടിയാൽ 41. ഇനി 1 ഇൻറ്റു 1 1. 1 ഇൻറ്റു 9 9. 1 ഇൻറ്റു 3 3. 1 ഇൻറ്റു 8 8. ഇനി ഇത് കൂട്ടുക. 5 ഇറക്കി എഴുതി. 5ഉം 1ഉം 6. 9ഉം 9ഉം 18. ഇനി 3 + 1 4. 4 + 1 5. 4ഉം 8ഉം 12. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് 1 2 5 8 6 5 എന്നാണ് കിട്ടിയത്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ എത്ര സംഖ്യകളുണ്ട്? 1 2 3 4. അപ്പൊ 4 സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് കിട്ടിയത്? 12.5865 മീറ്റർ. അതായത് ഈ ലെങ്ത് എത്രയാണ്? 12.5865 മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ ടോൾ ബിൽഡിംഗ്. ടാൾ ബിൽഡിങ്ങിന്റെ, വലിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ടാൾ ബിൽഡിംഗ്. നമുക്ക് ഇത് രണ്ടും കൂട്ടിയാൽ പോരെ? ആദ്യം കിട്ടിയതും ഈ രണ്ടാമത് കിട്ടിയതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. 8.6610 പ്ലസ് 12.5865 ഈക്വൽ ടു ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 12.5865 പ്ലസ് 8.6610. 5 + 0 5 ആണ്. 6 + 1 7 ആണ്. 8 6 കൂട്ടിയാൽ എത്രയാണ്? 14 ആണ്. ഇനി 5 + 1 6 6 6 12 ആണ്. ഡെസിമൽ പോയിന്റ് അതേപോലെ ഇറക്കി എഴുതി. 8ഉം 2ഉം 10 ആണ്. 10ഉം 1ഉം 11. ഇനി 1ഉം 1ഉം 2. അപ്പൊ ഉത്തരം എന്താണ്? 21.2475 മീറ്റർ ആണ് ടോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി
24ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടിലെ ഒന്നാമത്തെ ചോദ്യം. The incircle of triangle ABC touches its sides at PQR. Denoting the length of AP by X, write the expression for the lengths of BQ and CR. Calculate the length of AP. അതായത് ABC എന്ന ത്രികോണത്തിലെ അന്തർവൃത്തം വശങ്ങളെ PQR എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. APയുടെ നീളം X എന്നെടുത്ത് BQCR ഇവയുടെ നീളം എഴുതുക. APയുടെ നീളം കണക്കാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ആ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. ABC എന്ന ട്രയാങ്കിൾ ആണ്. ABC. ഈ ട്രയാങ്കിളിൽ ഒരു ഇൻസർക്കിൾ അഥവാ ഒരു അന്തർവൃത്തമുണ്ട്. അത് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ്സിനെ നമുക്ക് PQR എന്നാണ് എഴുതുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഡിനോട്ടിംഗ് ദ ലെങ്ത് ഓഫ് AP എന്ന ഈ ലെങ്തിനെ X എന്ന് എഴുതുകയാണെങ്കിൽ റൈറ്റ് ദ എക്സ്പ്രഷൻസ് ഫോർ ദ ലെങ്ത് ഓഫ് BQ ആൻഡ് CR. BQ CR എന്നിവയുടെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ തന്നിട്ടുണ്ട് A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ AP X ആണെങ്കിൽ PB എത്രയായിരിക്കും? ടോട്ടൽ 6 സെന്റിമീറ്ററിൽ നിന്നും X കുറച്ചാൽ പോരെ? അപ്പോൾ R മൈനസ് X. ഇനി നമുക്കറിയാം ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ടാൻജൻസ് അഥവാ തൊടുവരകൾ തുല്യമായിരിക്കും. ബി എന്ന പോയിന്റിൽ നിന്നും ഈ വൃത്തത്തിലേക്ക് വന്ന തൊടുവരകൾ അഥവാ ടാൻജൻസ് ആണ് BP, BQ എന്നിവ. അപ്പോൾ BP RA മൈനസ് X ആണെങ്കിൽ BQ എന്തായിരിക്കും? RA മൈനസ് X ആണ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ A എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന രണ്ട് ടാൻജൻസ് ആണ് AP, AR എന്നത്. അപ്പോൾ AP X ആണെങ്കിൽ AR എത്രയായിരിക്കും? X ആയിരിക്കും. ഇവിടെ AC എന്നതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ്. അതിലെ AR എന്നത് X ആണെങ്കിൽ CR എന്നത് എന്തായിരിക്കും? 5ൽ നിന്നും X കുറച്ചതായിരിക്കും. CQ എന്തായിരിക്കും? C എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് CR-ഉം CQ-വും. അപ്പോൾ CR-ന്റെയും CQ-ന്റെയും നീളം തുല്യമായിരിക്കും. അപ്പൊ CQ 5 മൈനസ് X ആണ്. അപ്പൊ നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് BQ. ലെങ്ത് ഓഫ് BQ എന്താണ് എക്സ്പ്രഷൻ ആയിട്ട് എഴുതുമ്പോൾ? RA മൈനസ് X ആണ്. ഇനി ലെങ്ത് ഓഫ് CR. CR-ന്റെ ലെങ്ത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? അത് 5 മൈനസ് X ആണ്. ഇനി കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AP എന്ന ലൈനിന്റെ നീളം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. AP എന്ന ലൈൻ എന്ന എത്രയാണ്? ഇവിടെ X ആണ് AP എന്ന ലൈന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ X-ന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകളും നമുക്ക് തന്നിട്ടുണ്ട്. 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ എന്നത്. അതായത് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളിന്റെ 3 സൈഡുകളും കൂട്ടിയാൽ കിട്ടുന്നതാണ്. 6 പ്ലസ് 5 പ്ലസ് 4 എത്രയാണ് വരുന്നത്? 6ഉം 5ഉം കൂട്ടിയാൽ 11. 11ഉം 4ഉം എത്രയാ? 15 സെന്റിമീറ്റർ ആണ് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? AB പ്ലസ് BC പ്ലസ് AC ആണ്. ഇത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 15 സെന്റിമീറ്റർ. ഇവിടെ എക്സ്പ്രഷൻ വെച്ച് നോക്കുമ്പോൾ AB എന്നത് എന്താണ്? X പ്ലസ് RA മൈനസ് X ആണ്. ഇനി BC എന്താണ്? RA മൈനസ് X പ്ലസ് 5 മൈനസ് X ആണ്. ഇനി AC എന്താണ്? X പ്ലസ് 5 മൈനസ് X ആണ്. ഇത് എത്രയാണ് വന്നിട്ടുള്ളത്? 15 സെന്റിമീറ്റർ. ഇനി X മൈനസ് X എന്താണ്? എക്സുകളും നമ്പേഴ്സും വേറെ വേറെ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. X മൈനസ് X എത്രയാണ്? 0 ആണ്. ഇനി മൈനസ് X എന്ത് വരും? മൈനസ് 2X. മൈനസ് 2X പ്ലസ് 1X എന്ത് വരും? മൈനസ് 1X. മൈനസ് 1X മൈനസ് 1X എന്ത് വരും? മൈനസ് 2X ആണ്. എക്സുകൾ മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനി നമ്പേഴ്സ് 6 പ്ലസ് 6 എത്രയാണ്? 12. 12 പ്ലസ് 5 എത്രയാണ്? 17. ഇനി 17 പ്ലസ് 5 എത്രയാണ്? 22 പ്ലസ് 22 ഈക്വൽ ടു 15. ഇതിൽ നിന്ന് നമുക്ക് X കണ്ടുപിടിച്ചൂടെ? മൈനസ് 2X ഈക്വൽ ടു 15. ഈ പ്ലസ് 22 ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് 22. മൈനസ് 2X ഈക്വൽ ടു 15ൽ നിന്നും 22 പോയാൽ മൈനസ് 7. X ഈക്വൽ ടു മൈനസ് 7 ബൈ മൈനസ് 2. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ X എന്ന് പറയുന്നത് എത്രയാണ്? 7/2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെങ്ത് ഓഫ് AP എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 7/2 സെന്റിമീറ്റർ. 24ാമത്തെ ക്വസ്റ്റ്യന്റെ A പാർട്ടിന്റെ
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ XYZ touches the side XY at T. Prove that XY plus XZ minus YZ equal to 2XT. XYZ എന്ന ത്രികോണത്തിലെ അന്തർവൃത്തം XY എന്ന വശത്തെ T എന്ന ബിന്ദുവിൽ തൊടുന്നു. XY plus XZ minus YZ equal to 2XT എന്ന് തെളിയിക്കുക. നമുക്കിവിടെ തന്നിട്ടുള്ള ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. XYZ എന്ന ട്രയാങ്കിൾ. XYZ. ഈ ട്രയാങ്കിളിന് ഒരു ഇൻസർക്കിൾ ഉണ്ട്. ഈ ഇൻസർക്കിൾ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് T ആണ്. ഈ പോയിന്റും നമ്മളാണ് എഴുതുന്നത്. PQ എന്ന് സൂചിപ്പിക്കാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? XY പ്ലസ് XZ മൈനസ് YZ 2XT ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. XY എന്ന് പറയുന്നത് എന്താണ്? XY എന്താണ്? TYയും TXും കൂട്ടിയതല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം XYനെ? YT പ്ലസ് TX എന്ന് എഴുതിക്കൂടെ? ഇനി XZ നമുക്ക് എങ്ങനെ എഴുതാം? XP പ്ലസ് PZ മൈനസ് YZ നമ്മൾ അതുപോലെ തന്നെ എഴുതും. ഈക്വൽ ടു, ഇനി YTയെ നമുക്ക് YQ എന്ന് എഴുതിക്കൂടെ? കാരണം Y എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് YTയും YQവും. അങ്ങനെ വരുന്ന ടാൻജൻസിന്റെ നീളം തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് YTയും YQവും തുല്യമാണ്. അപ്പൊ YTക്ക് പകരം YQ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഞാൻ YTക്ക് പകരം YQ എന്ന് എഴുതുകയാണ്. പ്ലസ് ഇനി TXും XPയും. നമുക്കറിയാം ഈ TXും XPയും X എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് അല്ലേ? അതായത് XTയും XPയും തുല്യമാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2XT എന്ന് എഴുതിക്കൂടെ? അപ്പൊ TX പ്ലസ് XPയെ ഞാൻ 2XT എന്ന് എഴുതുകയാണ്. പ്ലസ് ഇനി എന്താണ്? PZ. ഈ PZും QZും തുല്യമല്ലേ? കാരണം Z എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് PZും അതുപോലെ തന്നെ QZും. അപ്പൊ നമുക്ക് PZും QZും ഈക്വൽ ആയതുകൊണ്ട് PZന് പകരം ഞാൻ QZ എന്ന് എഴുതുകയാണ്. മൈനസ് YZ ഈക്വൽ ടു, ഇനി ഇവിടെ YQ അതാണല്ലോ ഇത്, YQ പ്ലസ് QZ. YQ പ്ലസ് QZ എന്ന് പറയുന്നത് എന്താണ്? YZ ആണ്. അപ്പൊ ഈ YQക്കും അതുപോലെ QZനും പകരം നമുക്ക് എന്ത് എഴുതാം? YZ എന്ന് എഴുതാം. YZ പ്ലസ് 2XT മൈനസ് YZ. ഈ YZും ഈ YZും ക്യാൻസൽ ചെയ്തൂടെ? YZ മൈനസ് YZ 0 ആവും. ബാക്കി എന്താണ് കിട്ടിയത്? 2XT. ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? XY എന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് YT അതുപോലെ TX എന്ന് എഴുതി. ഇനി XZ നമ്മൾ ഇതുപോലെ തന്നെ XP PZ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. YZനെ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, ഇനി ഈ YTനെയും PZനെയും നമ്മൾ YQ അതുപോലെ QZ എന്ന് ഈ ലൈനിലേക്ക് മാറ്റി എഴുതുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ YZും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ XTയും XPയും തുല്യമായി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? 2XT എന്ന് എഴുതുന്നു. കാരണം നമുക്ക് 2XT ആണെന്നാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ XT XP എന്ന ഈ രണ്ട് ലൈനിനെ 2XT എന്ന് എഴുതിയത്. അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഇനി 24ാമത്തെ B ക്വസ്റ്റ്യൻ. In the picture, AB and CD are parallel tangents to the circle centered at O. The tangent from the point P on AB meets CD and Q. Prove that OP is the bisector of angle APQ. Prove that angle POQ equal to 90 degree. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിന്റെ സമാന്തരമായ രണ്ട് തൊടുവരകളാണ് ABയും CDയും. ABയിലെ P എന്ന ബിന്ദുവിൽ നിന്നുള്ള തൊടുവര CDയെ Q എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. OP എന്ന വര ആംഗിൾ APQവിന്റെ സമഭാജിയാണെന്ന് തെളിയിക്കുക. ആംഗിൾ POQ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. ആദ്യം തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് OP is the bisector of angle APQ. APQ എന്ന ഈ ആംഗിളിന്റെ ബൈസെക്ടർ അഥവാ സമഭാജിയാണ് OP എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്നും നമ്മുടെ ആംഗിളിലേക്ക് വന്നിട്ടുള്ള ബൈസെക്ടർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ ലൈനാണ് OP എന്നത്. ഇനി ഈ പോയിന്റിനെ നമുക്ക് S എന്നുകൊണ്ട് സൂചിപ്പിക്കാം. ഇത് AP എന്ന ലൈന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് S എന്ന് പറയുന്നത്. QP എന്ന പോയിന്റ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് R എന്ന് പറയുന്നത്.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ആംഗിൾ എ പി ക്യു. ഈ ആംഗിൾ എ പി ക്യുവിന്റെ ബൈസെക്ടർ അഥവാ സമഭാജിയാണ് ഒ പി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറയുന്നത്? ഇതാണ് ഒരു ആംഗിൾ. ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ് ഈ ലൈൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടായിരിക്കും ആ ബൈസെക്ടർ അഥവാ സമഭാജി ഡിവൈഡ് ചെയ്യുക. അതായത് ഈ ആംഗിളും തുല്യമായിരിക്കും. അതാണ് ബൈസെക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിളും തുല്യമാണ് എന്നാണ്. ഈ ആംഗിളും തുല്യമാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ പി ക്യുവിന്റെ ബൈസെക്ടർ അഥവാ സമഭാജിയാണ് ഒ പി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എസിലേക്കും അതുപോലെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആറിലേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കും. ഇപ്പൊ ഇവിടെ നമുക്കൊരു 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയില്ലേ? ഒന്ന് ട്രയാംഗിൾ പി എസ് ഒ എന്ന ട്രയാംഗിളും അതുപോലെ രണ്ടാമത്തെ ട്രയാംഗിൾ പി ആർ ഒ എന്ന 2 ട്രയാംഗിൾസ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, അഥവാ 2 മട്ടത്രികോണങ്ങൾ. ഇനി ഇതില് ആംഗിൾ പി എസ് ഒ, ട്രയാംഗിൾ പി എസ് ഒയില് എസ് എന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി. ആംഗിൾ പി എസ് ഒ ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി ട്രയാംഗിൾ പി ആർ ഒ എന്ന ത്രികോണത്തിൽ ഏതാണ് 90 ഡിഗ്രി? ആംഗിൾ ആർ അല്ലേ 90 ഡിഗ്രി? നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ പി ആർ ഒ ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി ഇവിടെ ഒ എന്ന സെന്റർ, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഒരു ലൈനാണ് ഒ എസ്. അതായത് ഒ എസ് എന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതേപോലെ തന്നെ ഒ ആറും സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ലൈനാണ്. അതായത് ഒ ആറും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതായത് ഇതിലെ ഒ എസ് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇനി ഈ ട്രയാംഗിളിലാണെങ്കിലോ ഒ ആറ് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇനി അതുപോലെ തന്നെ പി എസ് ഒ എന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് ഒ പി. കാരണം എന്താണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഒ പി. അപ്പോൾ ഒ പി എന്നത് ട്രയാംഗിൾ പി എസ് ഒന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. ഇനി ട്രയാംഗിൾ പി ആർ ഒന്റെ ഹൈപ്പോട്ടന്യൂസോ? ആർ എന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഒ പി ആണ്. അപ്പോൾ ട്രയാംഗിൾ പി ആർ ഒന്റെ ഹൈപ്പോട്ടന്യൂസും ഏത് തന്നെയാണ്? ഒ പി എന്ന സൈഡാണ്. ഈ 2 ട്രയാംഗിളിന്റെയും 2 ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അതുപോലെ 2 സൈഡുകൾ വീതം തുല്യവുമാണ്. അങ്ങനെയുള്ള ട്രയാംഗിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രയാംഗിൾ പി എസ് ഒ ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ പി ആർ ഒ. ഇവയുടെ 3 സൈഡുകളും 3 കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ട്രയാംഗിൾ പി എസ് ഒ, ട്രയാംഗിൾ പി ആർ ഒന്റെ എസ് ആർ ആംഗിൾസുകൾ എന്താണ്? 90 ഡിഗ്രി 90 ഡിഗ്രി വീതമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ആംഗിൾ പി എസ് ഒ ഈക്വൽ ടു ആംഗിൾ പി ആർ ഒ ആണ്. അതായത് ആംഗിൾ പി എസ് ഒ അതേപോലെ തന്നെയാണ് ഇവിടെ എടുക്കേണ്ട ആംഗിൾ പി ആർ ഒ തുല്യമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എസ് പി ഒ ആണ്. എസ് പി ഒ, ആംഗിൾ എസ് പി ഒ ഇതിന് തുല്യമായിട്ടുള്ള ആംഗിൾ ഇവിടെ ഏതായിരിക്കും? ഇവിടെ നമ്മൾ ആദ്യത്തെ മിഡിൽ ലെറ്റർ ആണ് ആദ്യം എടുത്തത്. അപ്പൊ ഇവിടെ മിഡിൽ ലെറ്റർ ആംഗിൾ ആർ, പിന്നെ നമ്മൾ ഏതാ എടുത്തത്? ഫസ്റ്റ് ലെറ്റർ. അപ്പൊ പി, പിന്നെ എടുത്തത് ലാസ്റ്റ് ലെറ്റർ ഒ. അപ്പൊ ആംഗിൾ എസ് പി ഒയും ആംഗിൾ ആർ പി ഒയും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഈ 2 ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആണ്. ആംഗിൾ എസ് പി ഒ എന്നത് ഈ ആംഗിൾ ആണ്. ആംഗിൾ ആർ പി ഒ എന്നത് ഏതാണ്? ഈ ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തില്ലേ? അതായത് ആംഗിൾ എസ് പി ഒയും അതുപോലെ തന്നെ ആംഗിൾ ആർ പി ഒയും തുല്യമായ ആംഗിൾസ് ആണ്. എക്സ് ഡിഗ്രി വീതമാണ്. അതായത് ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒ പി എന്ന ഈ ലൈന് ആംഗിൾ എ പി ക്യുവിന്റെ ബൈസെക്ടർ ആണ്. ഹെൻസ് പ്രൂവ്ഡ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ പി ഒ ക്യു 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എവിടെയാണ് ആംഗിൾ പി ഒ ക്യു? പി ഒ ക്യു, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെയും നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കണം. ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന് പാരലൽ ആയിട്ട് 2 ലൈൻസ് വരുന്നു. ഇനി ഈ പാരലൽ ലൈനിനെ കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ലൈനാണ് പി ക്യു. ഇതേതാണ്? എ ബി. ഈ ലൈന് സി ഡി. കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആർ ആണ്. ഇനി എ പി ക്യു എന്ന ലൈനിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് ഒ പി എന്നൊരു ലൈനും
അതുപോലെ സി ക്യു പി എന്ന ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് ഒ ക്യു എന്നൊരു ലൈനും വരച്ചിട്ടുണ്ട്. ഇനി ഈ ആംഗിൾ ആണ് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ പി ഒ ക്യു. ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ പി ഒ ക്യുവിന്റെ 3 കോണുകൾ കൂട്ടാം. ആംഗിൾ പി ഒ ക്യു പ്ലസ് ആംഗിൾ ഒ പി ക്യു പ്ലസ് ആംഗിൾ ഒ ക്യു പി. ഇവ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ പി ഒ ക്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അങ്ങനെ എഴുതി. പ്ലസ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഒ പി ക്യു ആണ്. അതായത് ഒ പി ക്യു. ഈ ഒ പി ക്യു എന്നത് നമുക്കറിയാം ആംഗിൾ എ പി ക്യുവിന്റെ പകുതിയാണ് അല്ലെ. ആംഗിൾ എ പി ക്യുവിന്റെ ബൈസെക്ടർ ആണ് ഒ പി എന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ആംഗിളും തുല്യമായിരിക്കും. അപ്പൊ ആംഗിൾ എ പി ക്യു എന്ന ഈ മുഴുവൻ ആംഗിളിന്റെ പകുതിയാണ് ഈ ഒ പി ക്യു എന്ന ആംഗിൾ. അപ്പൊ നമുക്ക് ആംഗിൾ ഒ പി ക്യുവിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ പി ക്യു ഡിവൈഡഡ് ബൈ 2 ആണ് എന്ന് എഴുതാം. ഇതേപോലെ തന്നെ ആംഗിൾ ഒ ക്യു പി എന്നത് സി ക്യു പി എന്ന ഈ ആംഗിളിന്റെ പകുതിയല്ലേ? കാരണം ഒ ക്യു എന്നത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും അഥവാ കേന്ദ്രത്തിൽ നിന്നും ക്യു സി ക്യു പി എന്ന 2 ടാൻജൻസിന്റെ കറക്റ്റ് സെന്ററിലേക്ക് വരുന്ന ബൈസെക്ടർ ആണ്. അതായത് സി ക്യു പി എന്ന ആംഗിളിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ ക്യു പി എന്ന ഈ ആംഗിൾ സി ക്യു പിയുടെ പകുതിയാണ്. ആംഗിൾ സി ക്യു പി ബൈ 2 ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ പി ഒ ക്യു പ്ലസ് ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ എ പി ക്യു പ്ലസ് ആംഗിൾ സി ക്യു പി എന്ന് എഴുതി കൂടെ? ആംഗിൾ എ പി ക്യു പ്ലസ് ആംഗിൾ സി ക്യു പി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ എ പി ക്യൂവും ആംഗിൾ സി ക്യു പിയും കൂട്ടിയാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പഴയ ക്ലാസ്സുകളിൽ 7th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പാരലൽ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നൊരു പാഠം. ആ പാഠത്തിൽ ഒരു കാര്യം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾ എ പി ക്യൂവും ആംഗിൾ സി ക്യു പിയും കൂട്ടിയാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഈ ലൈൻ ഏതാണ്? സി ഡി എന്ന ലൈനാണ്. ഈ ലൈന് എ ബി എന്ന ലൈനാണ്. ഈ 2 ലൈൻസും പാരലൽ ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഈ ലൈന് പി ക്യു. ഇനി പാരലൽ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ആംഗിളും ഈ ആംഗിൾസിനെയും നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുക. ഈ കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സം അവയുടെ കോണുകളുടെ തുക എന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ എ പി ക്യൂവും ആംഗിൾ സി ക്യു പിയും കൂട്ടിയാൽ എത്രയെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും. അവ രണ്ടും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അവയുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ എ പി ക്യു പ്ലസ് ആംഗിൾ സി ക്യു പി എന്നത് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ട് അവയുടെ തുക 180 ഡിഗ്രി ആണെന്ന് എഴുതിക്കൂടെ? അപ്പോൾ ആംഗിൾ പി ഒ ക്യു പ്ലസ് ആംഗിൾ എ പി ക്യു പ്ലസ് ആംഗിൾ സി ക്യു പി എന്താണ്? 180 ഡിഗ്രി ബൈ 2 ഈക്വൽ ടു 180 ഡിഗ്രി ഇംപ്ലൈസ് ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 180ന്റെ പകുതി എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ പ്ലസ് 90 ഡിഗ്രി ഈ സൈഡിലേക്ക് പോയാൽ എന്ത് വരും? 180ൽ നിന്നും 90 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 90 ഡിഗ്രി. അതായത് ആംഗിൾ പി ഒ ക്യു 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. പാരലൽ ലൈൻസ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ 7th സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.